ഗുരുജനങ്ങൾക്കും സജ്ജനങ്ങൾക്കും എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും വിനീതമായ നമസ്തേ. ഈ ആഴ്ചയുടെ തുടക്കം ഒരു കഥ കേട്ടുകൊണ്ടാണ്. പണ്ട് ഒരു വനത്തിൽ പർണശാല കെട്ടി ഒരു സന്യാസി താമസിക്കുന്നുണ്ടായിരുന്നു. ഉരകങ്ങളും പക്ഷികളും എന്ന് മാത്രമല്ല, ഹിംസജീവികൾ പോലും ഉള്ള ആ വനത്തിൽ അവയെല്ലാം അദ്ദേഹത്തോട് വളരെ സ്നേഹമായിട്ടാണ് പെരുമാറിയിരുന്നത്. വനാതിർത്തിയുള്ള ഗ്രാമങ്ങളിൽ പോയി ഭിക്ഷാടനം നടത്തുന്നത് സന്യാസിയുടെ പതിവായിരുന്നു. ഭിക്ഷാടനം നടത്തി മടങ്ങി വരവേ പലപ്പോഴും സന്യാസി വല വിരിച്ച് പക്ഷികളെ പിടിക്കുന്ന വേടനെ കണ്ടുമുട്ടുമായിരുന്നു. കാണുമ്പോഴെല്ലാം നീ ചെയ്യുന്നത് ശരിയല്ല എന്നും അദ്ദേഹം ഉപദേശിക്കുകയും മറ്റേതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചുകൂടെയെന്ന് അയാളോട് ചോദിക്കുകയും തൻ്റെ കൈവശം ഉള്ള ധാന്യങ്ങൾ പക്ഷികൾക്ക് പകരമായി കൊടുത്തുകൊണ്ട് ചിലപ്പോഴൊക്കെ പക്ഷികളെ വാങ്ങിച്ച് സ്വതന്ത്രരാക്കുകയും സന്യാസി ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് ഒരു ദിവസം സന്യാസി ഗ്രാമങ്ങളിലേക്ക് ഭിക്ഷാടനത്തിനായി ഇറങ്ങി. അദ്ദേഹം ഗ്രാമങ്ങളിലെത്തി ഭിക്ഷാടനം തുടങ്ങുകയും അദ്ദേഹത്തിൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അരുതാത്തതെന്തോ സംഭവിക്കുവാൻ പോകുന്നു എന്ന് തോന്നിയ അദ്ദേഹം ഭിക്ഷാടനം പാതി നിർത്തി മടങ്ങി പർണശാലയിലേക്ക് വരുവാൻ തീരുമാനിച്ചു. പർണശാല എത്താൻ അല്പം ദൂരെ നിന്ന് തന്നെ സന്യാസി തൻ്റെ പർണശാലയ്ക്ക് മുമ്പിൽ വേടൻ വലവിരിച്ചിട്ടുള്ളതായി മനസ്സിലാക്കി. ഈ ദുഷ്ടനായ വേടനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് സന്യാസി തീരുമാനിച്ചു. അപ്രതീക്ഷിതമായി സന്യാസിയുടെ മടങ്ങിവരവ് വേടനെ ഭയപ്പെടുത്തുകയും അയാൾ ധൃതി വച്ച് വിരിച്ച വലയുമെടുത്തുകൊണ്ട് ഓടി മറയുകയും ചെയ്തു. കുറച്ച് കിളികൾ രക്ഷപ്പെട്ടു. സന്യാസി പർണശാലയിലെത്തി ആ കിളികളെ എല്ലാം അടുത്ത് വിളിച്ചു. അവരോടായി പറഞ്ഞു, ഈ വലയിൽ വിരിക്കുന്ന ധാന്യങ്ങൾ നിങ്ങൾ കഴിക്കാൻ പോകുന്നത് കൊണ്ടല്ലേ അയാൾ നിങ്ങളെ പിടിക്കുന്നത്. എന്നിട്ട് കിളികളെ അദ്ദേഹം പഠിപ്പിച്ചു. വേടൻ വരും, വല വിരിക്കും, ധാന്യങ്ങൾ വിതറും, നമ്മൾ അത് കൊത്തി തിന്നാൻ പോകരുത്. ഇത് പക്ഷികളെ പറഞ്ഞ് പഠിപ്പിക്കുകയും ഞാനാദിക്കലും പോയി മറ്റു പക്ഷികളെയും ഇത് പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കുവാനും പക്ഷികളെ ചുമതലപ്പെടുത്തി. പക്ഷികൾ അപ്രകാരം ചെയ്യാമെന്ന് ഏറ്റുകൊണ്ട് നാനാദിക്കിലേക്കും പോയി. കുറച്ച് നാൾ കഴിഞ്ഞു വീണ്ടും സന്യാസി ഭിക്ഷാടനത്തിനായി വനാതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് പോയി. 1-2 ദിവസം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി വരവേ ഒരു മടക്കയാത്രയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ദൂരെ നിന്ന് തന്നെ ഈ വേടൻ വരുന്നുണ്ടായിരുന്നു. സന്യാസിയെ കണ്ട വേടൻ അയാളുടെ തോർത്തുപയോഗിച്ച് മുഖം മറച്ചു പിടിച്ച് അവർ എതിരെ പാസ് ചെയ്ത് പോയി. അപ്പോൾ വേടൻ്റെ തലയിലുണ്ടായിരുന്ന കൂടയിൽ നിന്നും കിളികൾ നല്ല താളത്തിലും രാഗത്തിലും പാടുന്നുണ്ടായിരുന്നു. വേടൻ വരും, വലവിരിക്കും, ധാന്യങ്ങൾ വിതറും, നാം അത് കൊത്തി തിന്നാൻ പോകരുത്. നല്ല താളാത്മകമായിട്ട് തന്നെ ആ കൂടയ്ക്കകത്തുണ്ടായിരുന്ന പക്ഷികൾ ഇത് പാടുന്നത് സന്യാസി കേട്ടു. കിട്ടുന്ന അറിവ് പ്രായോഗികമാക്കാൻ കഴിയാത്തവരെ പഠിപ്പിച്ചിട്ട് എന്താണ് കാര്യം എന്ന് സന്യാസി ആത്മകഥ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യാത്ര തുടർന്നു. മനുഷ്യർക്കിടയിലും യാന്ത്രികമായി ജീവിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ ജ്ഞാനികളാണെന്ന് ഗർവ് കാണിക്കും. അവർക്ക് കിട്ടുന്ന ജ്ഞാനം പ്രായോഗിക തലത്തിൽ പ്രയോഗിച്ച് വിജ്ഞാനമാക്കി മാറ്റി അവസരത്തിനൊത്ത് ഉയരുവാൻ അവർ എപ്പോഴും പരാജയപ്പെടും എന്ന സന്ദേശമാണ് ഈ കഥയിലൂടെ നമുക്ക് കിട്ടുന്നത്. മറ്റൊരു കഥയുമായി വീണ്ടും നിങ്ങളെ കാണുന്നതുവരെ
ഞാൻ രാജേഷ്ജിയും വരാം വിടവാങ്ങും. സ്വസ്തി പ്രജ്ഞാപ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിമ. ബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.